വിവാഹമെന്ന ഉദാശയിലൂടെ പരസ്പരം ബന്ധിതരായി കുടുംബമായി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് സർവശക്തനായ ദൈവം പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിൽ കാരുണ്യവാനായ ദൈവം അനുഗ്രഹിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ജീവിതം. Yeah.
എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോട് ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലങ്ങൾ കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കളയാ ചുരുവ് മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണനായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളകരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നപോലെ അവൻ തന്നെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരെ ഒന്നാവുകയും
സമാധാനം നിങ്ങളോടുകൂടി. സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിൽ ചെയ്യപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ ധർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ മീനായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തിലും വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത് കയറി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവരുടെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. സഹോദരന്മാരെ, നാം ഇവിടെ ആയിരിക്കുന്നത് സുനിലിന്റെയും സജ്ജനയുടെയും വിവാഹത്തിൽ സംബന്ധിക്കാൻ വന്നവരാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ്, സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് വിവാഹം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് വിവാഹം. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ദമ്പതിമാർക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങിൽ പറഞ്ഞ കാര്യമാണ് ഇത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് വിവാഹം. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും, ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതിനുശേഷം പറയുകയാണ്, പുരുഷൻ തന്റെ മാതാപിതാക്കളെ വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നു, അവർ ഒരു ശരീരമായി തീരുമെന്ന്. എന്നാൽ ഇന്ന് മുതൽ ഇവർ ഒന്നിക്കാൻ പോവുകയാണ്. ഒരു 2 ശരീരമാണെങ്കിലും 2 വ്യക്തികളാണെങ്കിലും ഒരു ശരീരമായി തീരുന്നു. അവരുടെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കുന്നത്